ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു അടിപൊളി ത്രില്ലർ മിസ്റ്ററി ഹൊറർ വെബ് സീരീസിന്റെ കഥയാണ്. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. കഥയുടെ തുടക്കത്തിൽ ഒരു ഇച്ചിരി നേരം കണ്ടാൽ മതി ഇത് എത്രത്തോളം അടിപൊളിയായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കഥയുടെ ആരംഭത്തിൽ 2005 തൂത്തുക്കുടിയിൽ തന്നെ ഒരു ഒഴിഞ്ഞ പ്രദേശം കാണിക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്, കാറ്റുണ്ട്, ഇട്ടിമിന്നലുണ്ട്. ഇതിനിടയിലൂടെ ഒരു ചെറിയ വാനങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവർ ഗർഭിണിയാണ്, പ്രസവിക്കാനായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു പുഴയുടെ കുറുകെയായിട്ട് ഒരു പാലുണ്ട്. ആ പാലം താണ്ടി വേണം ഇവർക്ക് പോകാൻ. എന്നാൽ പാലത്തിന് കുറുകെയായിട്ട് നല്ല മഴയുള്ളതുകൊണ്ട് ഒരു മരം വീണ് കിടക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ മായ, അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള സേതുവിന്റെ ചേട്ടനും കുറച്ച് ആൾക്കാർ ഇറങ്ങി ചേർന്നിട്ട് ഈ മരം എടുത്ത് മാറ്റാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ കൊണ്ട് പൊക്കാൻ കഴിയുന്നില്ല. അതേ സമയത്തിന് മായ കരയാണ്, ചേട്ടാ വേദനിക്കുന്നു പറഞ്ഞിട്ട്. ഇതേ സമയത്തിന് സേതു ചേട്ടനോട് ചോദിക്കുകയാണ്, ചേട്ടാ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അപ്പോൾ സേതുവിന്റെ ചേട്ടൻ പറഞ്ഞു കൊടുക്കുകയാണ്, എടാ നമുക്ക് ആ ഒരു ഫാക്ടറി ഉണ്ടല്ലോ അതിന്റെ സൈഡിലുള്ള ആ ഒരു പഴയ റോഡ് അതിലൂടെ പോയാലോ, നമുക്ക് വേഗം ഹൈവേയിലേക്ക് പിടിക്കാം. എന്നാ പിന്നെ അങ്ങനെ ആക്കാ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് വേഗം വണ്ടി തിരിക്കുകയാണ്. എന്നാൽ ഇവര് പോയി കഴിഞ്ഞപ്പോഴാണ് ആ കാട്ടിനുള്ളിലായിട്ട് ചില രൂപങ്ങളെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ആ മരം വെറുതെ വീണതായിരിക്കില്ല, ഇവർ വെട്ടിയിട്ടതായിരിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് ഈ മായ ചോദിക്കുന്നുണ്ട്, ചേട്ടാ നമ്മൾ ഏതിലൂടെ പോകുന്നത്? അത് പിന്നെ മായ, നമ്മൾ ആ ഒരു പഴയ ഫാക്ടറി ഉണ്ടല്ലോ അതിലൂടെയാണ്. ഇപ്പൊ മായ പറയണ, ചേട്ടാ അത് വേണം, എനിക്ക് പേടിയാവന്ന്. മായ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കുഞ്ഞിനും നിനക്കും ഒന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെ ഇവർ പോകുന്ന സമയത്ത് അവിടെ ഒരു മൈൽ സ്റ്റോൺ കാണിക്കുന്നുണ്ട്. അവിടെ കട്ടിയാൽ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിന്റെ പേരും അങ്ങോട്ടേക്ക് 5 കിലോമീറ്റർ എന്ന് കാണിക്കുകയാണ്. എന്തായാലും ഇവർ അതിലൂടെ പോകുന്നുണ്ട്. ആരും പോവാത്ത ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ ഗ്രാമമാണ് ഈ കട്ടിയാൽ. എന്നാൽ ഇവരുടെ വാന് പോകുന്ന സമയത്ത് എവിടുന്നറിയില്ല ഒരാൾ പെട്ടെന്ന് കുറുകെ വരികയാണ്. ഇയാൾ അടിച്ചു തെറിച്ചു പോയി വീഴുന്നുണ്ട്. ഇയാൾക്ക് പരിക്ക് പറ്റി, ബോധമില്ലാതെ കിടക്കുകയാണ്. സേതു പതി ഇറങ്ങി ചെന്ന് നോക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് വേണ്ട വേണ്ടാന്ന്. സേതുവും പിന്നെ അവന്റെ ചേട്ടന് പുറത്തേക്ക് ഇറങ്ങി. എന്തായാലും ഇപ്പൊ സേതു വന്ന് നോക്കുമ്പോൾ ഈ വീണ് കിടക്കുന്ന ആൾക്ക് ജീവനില്ല. ഇയാളുടെ മുഖത്തിന്റെ പല ഭാഗത്ത് കുമിളകൾ പൊന്തിക്കെടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ എവിടെ നിന്നും അതിന്റെ ഒരു ബ്ലേഡ് വരുന്നുണ്ട്. സേതു എന്തോ ഭാഗ്യത്തിന് ഒന്ന് മാറി നിന്ന് കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ സേതുവിന്റെ ചേട്ടന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു തലയുടെ ഒരു ഭാഗം തന്നെ പൊളന്നു പോയിട്ടുണ്ട്. ആകെ അമ്പരിപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു പിന്നീട്. ഇപ്പൊ സേതു അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു മലയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ അരൂപികളായിട്ടുള്ള ഒരു പ്രത്യേകതരം മനുഷ്യർ തന്നെയാണ്. പക്ഷെ ആ ഒരു കോലം കാണുമ്പോൾ തന്നെ പേടിയാവും. ആ ഒരു നിഴൽവെട്ടം സേതു കാണുകയാണ്. പിന്നെ അവിടെ നടന്നത് ഒരു നരനായാട്ടായിരുന്നു. നിലവിളികൾ മാത്രമാണ് കേട്ടത്. അവസാനം സേതുവിന്റെ പിന്നിൽ നിന്നും ഒരു കുന്തം വന്ന് അവന്റെ ഈ നെഞ്ചാങ്കൂട് പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. ആ ഒരു ഫോഴ്സിൽ അവൻ ചെന്നിട്ട് ആ ഒരു ബസിന്റെ മുന്നിൽ കുത്തി നിൽക്കുകയാണ്. ഇപ്പൊ ആകെ ജീവനോടെ ബാക്കിയുള്ളത് മായ മാത്രമാണ്. മായ, നീ എന്നെ വിട്ടുപോകല്ലേ, ഒറ്റയ്ക്കാക്കില്ലെന്ന് പറഞ്ഞിട്ട് അവന് നേരെ കൈ നീട്ടി കരയുന്നുണ്ട്. അതുപോലെ സേതുവും കൈ നീട്ടുകയാണ്. പക്ഷെ ആ ഒരു കൈ കൊണ്ട് അവളെ തൊടാൻ പോലും കഴിഞ്ഞില്ല. അവനും മരിക്കുകയാണ്. പിന്നീട് ഈ മായക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. എന്തായാലും ഈ ഒരു സംഭവം എല്ലാം കഴിഞ്ഞു 10-20 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ പ്രസന്റ് ഡേ സിംഗപ്പൂരിലാണ്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളെ കാണിക്കുന്നുണ്ട്. ഇയാളുടെ അടുത്തേക്ക് ജഗൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരികയാണ്. സാറേ നമ്മൾ പറഞ്ഞതുപോലെ അയാൾ എത്തിയിട്ടുണ്ട്. എന്നാ പിന്നെ അയാൾ വിളിക്കുന്നത് ഈ പണക്കാരനായിട്ടുള്ള മനുഷ്യൻ പറയാണ്, ഫർഹാൻ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന് പറയുമ്പോൾ ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നല്ല ആരോഗ്യമൊക്കെ തോന്നുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെ. ഇയാൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇപ്പോ ഇയാളെ വിളിപ്പിച്ച ആ ഒരു മുതലാളി ആ ഒരു പണക്കാരനായിട്ടുള്ള ആളെ കാണിക്കുകയാണ്. ഇയാളുടെ പേരാണ് പ്രകാശ്. എന്ന് ഇയാൾക്ക് നടക്കാൻ കഴിയില്ല, വീൽ ചെയറിലാണ്. അപ്പൊ നിങ്ങളാണ് ഞങ്ങൾ ഹയർ ചെയ്ത ആ ഒരു ടീമല്ലേ? ഓക്കെ. ഇതേ സമയത്തിന് ഈ ഫർഹാൻ പറയാണ്, സാറേ അങ്ങനെയല്ല പറയേണ്ടത്, ക്ലീനപ്പ് ക്രൂ അങ്ങനെ പറഞ്ഞാൽ മതി. എന്തായാലും ഫർഹാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു പ്രൈവറ്റ് ജെറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് എങ്ങനെയാണ് എന്നൊന്നും നിങ്ങൾ ചോദിക്കേണ്ട. തൂത്തുക്കുടി അവിടെ ആ ഒരു ഗ്രാമമുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലുക. അവിടെ വെച്ച് അതീവ രഹസ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതെനിക്ക് വേണ്ടി നിങ്ങൾ കൊണ്ടുവരണം. ചില സാമ്പിൾസും എന്താണെന്ന് ഒരു അക്ഷരം പോലും എന്നോട് ചോദിക്കാൻ പാടില്ല. നിന്റെ കൂടെ ആരാളുള്ളത്? ഇതേ സമയത്ത് തന്നെ ഈ ഫർഹാൻ പറയാണ്, കുറച്ച് പേരൊക്കെ ഉണ്ട്, ഒരു 4-5 പേര് അത്ര മതിയോ? ഇതേ സമയത്ത് തന്നെ ഫർഹാൻ പറയാണ്, നല്ല ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാണ്, 4-5 പേര് തന്നെ ധാരാളമാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞ ആ ഒരു പണം ഞങ്ങൾ തരുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ കൂടെ ഇതാ എന്റെ ആള് ജഗൻ, ഇയാൾ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടപ്പോ ഈ ജഗൻ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. സാറെന്താ ഈ പറയുന്നത്? ഞാൻ കൂടെ പോവാനോ? അതേ ജഗൻ, നിങ്ങളും കൂടെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ പ്രകാശ് പോവാണ്. ഇതേ സമയത്തിന് ഫർഹാൻ ചോദിക്കണം, അല്ല ഇതെന്താ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, വെപ്പൺസ് അതിന്റെ ആ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ജഗൻ പറയണം, നീ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ഇപ്പൊ നേരെ ജഗൻ പ്രകാശിന്റെ അടുത്തേക്ക് ചെല്ലണം, സംസാരിക്കണം. പ്രകാശ് നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഒറ്റയടിക്ക് എന്നോട് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ ഇതേ സമയത്തിന് പ്രകാശ് പറയാണ്, ജഗൻ അവിടെ നടന്ന ആ ഒരു സ്ഥലത്ത് അന്ന് ആ ഒരു സംഭവത്തിൽ ആകെ സർവൈവ് ചെയ്ത ഒരാള് നിങ്ങളല്ലേ? അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവിടെയുള്ള എല്ലാത്തിനെ കുറിച്ചും അറിയുന്നത് നിങ്ങളല്ലേ? അപ്പോൾ ഒരു ഓപ്പറേഷനായിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളെപ്പോ ഒരാൾ കൂടെ വേണ്ടേ? ഇനിയിപ്പോ താല്പര്യമില്ലെങ്കിൽ പറ, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിന്റെ ഭാര്യ കുഞ്ഞുങ്ങൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം. ഇത് കേട്ടപ്പോൾ ജഗൻ വല്ലാതെ ടെൻഷൻ ആവുകയാണ്. അതായത് ഈ ഒരു ക്രൂവിന്റെ കൂടെ ആ ഒരു സ്ഥലത്ത് എന്താ നടക്കുന്നതെന്ന് പോലും നമ്മൾക്കറിയില്ല. പക്ഷേ ഈ ജഗനും പ്രകാശനും നന്നായിട്ട് അറിയാം. അങ്ങോട്ടേക്ക് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് ഈ ഒരു ടീമിന്റെ കൂടെ ജഗന് വിടുകയാണ്. അതും ഇന്ന് വൈകുന്നേരം തന്നെ. എന്നാൽ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ തന്നെ ജഗന്റെ ഉള്ളിൽ കിടന്ന് പെട്ടക്കുന്നുണ്ട്. ആ ഒരു ഭയം അവന്റെ മുഖത്ത് കാണാമായിരുന്നു. ഇവിടെ സീൻ കിട്ടായി അടുത്ത സീനിൽ തൂത്തുക്കുടിയിൽ കാണിക്കുകയാണ്. അവിടെ തന്നെ മറ്റൊരു ഗ്രാമപ്രദേശം, അവിടെ ചെറിയ ഷാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് കാണിക്കുകയാണ്. അപ്പൊ അവിടെ ഫുൾ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു തന്നെ കാണിക്കുകയാണ്. അവന്റെ പേരാണ് പീറ്റർ പാണ്ഡ്യൻ. നമ്മുടെ മറ്റേ കൈദി ഉണ്ടല്ലോ, കൈദിയുടെ അവസാനം നമ്മുടെ കാർത്തിന്റെ ഇവിടെ വന്ന ആ ഒരു പോലീസുകാരൻ തന്നെ. മൂപ്പര് നല്ല ആക്റ്റീവാണ്. ബാറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവിടെ ഓംപ്ലേറ്റ് കൊടുക്കടാ, ഇവിടെ ഒരു വെഗ് കൊടുക്കടാ, അവിടെ വെള്ളം കൊടുക്കടാ എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ പീറ്റർ പാണ്ഡ്യന്റെ ഒരു സുഹൃത്ത് ശക്തിവേൽ അങ്ങോട്ടേക്ക് വരികയാണ്. എല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ. എന്തായാലും പീറ്റർ പാണ്ഡ്യൻ ശക്തിവേലിനോട് ചോദിക്കുകയാണ്, ശക്തിവേല എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല.
മനസ്സിലാവുന്നില്ല. നീ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്, എന്നാൽ നീ ചെയ്യുന്ന കാര്യങ്ങളോ ഒരു ഭാഗത്തുനിന്ന് കമ്മ്യൂണിസം പറയും, ഇപ്പുറത്ത് പോയിട്ട് അമ്പലത്തിലേക്കുള്ള ഉത്സവവും കാര്യങ്ങളും അങ്ങനെയുള്ള ഓരോന്നും ചെയ്യും. ഇപ്പൊ ശക്തിവേൽ പറയാണ്, എടോ എന്റെ ആ ഒരു ആശയം അത് കമ്മ്യൂണിസം തന്നെയാണ്, അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഒരു നാടിന് വേണ്ടി ഞാൻ എന്റെ സ്വന്തം കുടുംബത്തെ വരെ കൊടുത്ത ആളാണ്. അപ്പൊ പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ സന്തോഷം ഈ ഒരു ഉത്സവത്തിലേക്കാണെങ്കിൽ അതും ഞാൻ ചെയ്യും. ഞാൻ അത്രേ ചിന്തിക്കുന്നുള്ളൂ. ആൾക്കാരുടെ ഈ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ആ ഒരു ആദർശവും ആശയങ്ങളൊക്കെ മാറ്റിവെക്കും. ഓക്കേടാ, നീ വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് ഈ പീറ്റർ പാണ്ഡ്യൻ ശക്തിവേലിനോട് പറയണേ. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ ഹൈവേയിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കഥാനായകനെയും നായികയും കാണിക്കുകയാണ് ഗൗതം, നേഹ. ഇവർക്കൊരു മകളുണ്ട് മായ. പുറകിലൊരു പട്ടിയുണ്ട്, ആ പട്ടിയുടെ പേരാണ് ഹെക്ടിക്ക്. കഥാനായകൻ മറ്റാരുമല്ല, നമ്മുടെ തമിഴ്നാടനായിട്ടുള്ള ആര്യ തന്നെയാണ്. അപ്പൊ ആര്യയുടെ ആ ഒരു കഥാപാത്രത്തിന്റെ പേര് ഗൗതം എന്നാണ്. ഭാര്യ നേഹ. ഗൗതം ഒരു ഡോക്ടറാണ് കേട്ടോ. എന്തായാലും ഇവരൊരു ട്രിപ്പിന് ഇറങ്ങിയതാണ്. എന്നാൽ ആ ഒരു റോഡിലൂടെ വരുന്ന സമയത്ത് ഫുള്ളായിട്ട് വണ്ടികൾ ബ്ലോക്കായി കിടക്കുകയാണ്. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ മുന്നിൽ ഏതോ ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ട്, കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ട്, പോലീസുകാരുണ്ട്. ഈ അടുത്തൊന്നും ഈ ഒരു ട്രാഫിക്ക് പോകും തോന്നില്ല. ഇതേ സമയത്തിന് ഗൗതം പറയാണ്, നേഹ ഞാൻ പറഞ്ഞല്ലേ ഫ്ലൈറ്റ് പിടിച്ച് പോകാന്ന്. ഇപ്പൊ നേഹ പറയാണ്, ഗൗതമേ നീ ടെൻഷൻ അടിക്കില്ലേ, നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ആ ഒരു GPS കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഹൈവേ ഉണ്ടല്ലോ, ഇതിൽ നിന്ന് കുറച്ച് യൂട്ടേൺ എടുത്ത് പിറകിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് അതിലൂടെ പോയാലോ. ഇതേ സമയത്തിന് ഗൗതം പറയാണ്, ആഹാ കോ പൈലറ്റ് അടിപൊളിയാണല്ലോ, എന്നാ പിന്നെ നമുക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ള ആ ഒരു റൈഡിന് തന്നെ പോയാലോ, ചെറിയ ഒരു ഊടുവഴിയിലൂടെ. അങ്ങനെ ഇതും പറഞ്ഞിട്ട് ഇപ്പോ മകളോട് റെഡി ആയിക്കോന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് നമ്മൾ ഒരു അഡ്വഞ്ചർ ട്രിപ്പിലേക്ക്. ഇതും പറഞ്ഞ് യൂട്ടേൺ എടുത്ത് പോയിട്ട് നേരെ ആ ഒരു ഷോർട്ട് കട്ടിലേക്ക് കയറുകയാണ്. എന്നങ്ങനെ പോകെ ഇവർക്ക് മനസ്സിലായി ഇതാരും അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരു പഴയ വഴിയാണെന്ന്. കാരണം എന്താ, കുറെ ഒരൊറ്റ വാഹനം പോലും വരുന്നില്ല, മാത്രമല്ല ഇവരുടെ പിറകിലും വേറൊരു വാഹനമില്ല. അങ്ങനെ പോകെ ഇവർക്ക് ഫോണൊന്നും വിളിക്കാൻ കഴിയുന്നില്ല, സിഗ്നൽ പോയി. അത് മാത്രമാണോ, പിന്നെ ഈ ഒരു വഴിയിലേക്ക് വന്ന സമയത്ത് ചോദിക്കാനൊന്നും ആരുമില്ല. അതുപോലെ തന്നെ ഈ റൂട്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല. ഒരു ചെറിയ പേടി തോന്നിയ നേഹ പറയാണ്, ഗൗതമൻ നമുക്കൊരു കാര്യം ചെയ്താലോ, അതായത് എവിടെയെങ്കിലും ഒരു ചെറിയ ഹോട്ടൽ കാണുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് നാളെ രാവിലെ പോയാൽ പോരെ, ഈ ഒരു കാട്ടിലൂടെ ഈ രാത്രി ഒറ്റയ്ക്ക് പോകണം. ഇപ്പൊ ഗൗതം പറയാണ്, നേഹ എന്തായാലും നോക്കാം, അങ്ങനെ ഒന്ന് കാണട്ടെ. എന്ന് ഈ മുന്നോട്ടേക്ക് പോകും തോറും വഴികളൊക്കെ ഇരുണ്ട് വരിക. വഴിയൊക്കെ കുറച്ച് മോശമായിട്ട് വരികയല്ലാതെ ഒരു വഴിയോ അല്ലെങ്കിൽ ഒരു ഹോട്ടലോ ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് ഇവർ പോകുന്ന കാറിന്റെ ടയർ രണ്ടും പൊട്ടി പോവാണ്. ആ ഒരു ശബ്ദം കേട്ട് ഗൗതം വണ്ടി നിർത്തി നോക്കുമ്പോൾ ഒരു ടയറല്ല 2 ടയറും പൊട്ടിയിട്ടുണ്ട്. സ്റ്റെപ്പിനി ഉണ്ടോന്ന് ഇപ്പൊ നേഹ ചോദിച്ചപ്പോഴാണ് ഗൗതം ഈ കാര്യം പറയുന്നത്. ഒരു പഴയ തുരുമ്പ് പിടിച്ച ആണിയാണ്. ഇനിയിപ്പോ മാറ്റണമെങ്കിൽ സ്റ്റെപ്പിനി ടയറും ഇല്ലല്ലോ, എന്താ ചെയ്യാ, ഹെൽപ്പിനാണെങ്കിൽ ആരെയും നോക്കിയിട്ട് കാണുന്നില്ല, ഒരുമാതിരി വിജനമായിട്ടുള്ള ഒരു സ്ഥലേ. ഇതേ സമയത്ത് മായോട് ഗൗതം പറയാണ്, നീ മോളും ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ ഹെൽപ്പിന് ആരെയും കിട്ടുമോ നോക്കിയിട്ട് വരാം. എന്തായാലും പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് വാൺ ചെയ്യുന്നുണ്ട്. പോവാൻ നേരത്തെ ആ ഒരു പട്ടി ഉണ്ടല്ലോ ഹെക്ടിക്ക്, ചുമ്മാ അവന് നോക്കിയിട്ട് പറയാണ്, എന്റെ ഭാര്യയും കുഞ്ഞിനെയും നോക്കിക്കോണേന്ന്. എന്നാൽ മായ പറയണ, അതെന്താ അച്ഛാ അങ്ങനെ പറയുന്നത്, ഇവനെ നമ്മളല്ലേ നോക്കേണ്ടത്. ഇതേ സമയത്തിന് ഗൗതം പറയണം, ആ ശരിയടി വേണേ, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അമ്മയും ഈ ഒരു നായ്ക്കുട്ടിനെയും നന്നായിട്ട് നോക്കിക്കോണേ. ശരി അച്ഛാന്ന് മായയും പറയാണ്. ഇതിനുശേഷം ഒരു ഐഡിയ ഇല്ല, ഗൗതം ഇപ്പോൾ ഒറ്റയ്ക്ക് ആ ഒരു കാട്ടിലൂടെ നടക്കാൻ തുടങ്ങുകയാണ്. ഇവിടെ സീൻ കെട്ട ഈ അടുത്ത സീനിൽ ഫർഹാനെയും അവന്റെ ടീമിനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ കടലിലൂടെ ഒരു ഹെലികോപ്റ്ററിലേക്ക് തൂത്തുക്കുടിയിൽ ആ ഒരു പഴയ ഗ്രാമത്തിലേക്ക് ഇവർ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു കറക്റ്റ് ലൊക്കേഷൻ ഒന്നും ഇവർക്ക് അറിയില്ല. അത് അറിയുന്ന ആളാരാണ്, ഈ ഒരു ജഗനാണ്. എന്നാൽ ജഗനാണെങ്കിൽ കണ്ണും പൊട്ടി സകലമാന ദൈവങ്ങളെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് ഇതിന്റെ കാരണം എന്ന് ഫർഹാനും ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. മാത്രമല്ല ഇവരുടെ കൂടെ ചില സയന്റിസ്റ്റുകളും അവരുടെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇവർക്ക് ഇറങ്ങേണ്ട ആ ഒരു ലൊക്കേഷനിലേക്ക് എത്താനായിട്ടുണ്ട്. അതായത് തൂത്തുക്കുടിയിൽ ആ ഒരു പഴയ ഫാക്ടറി, അവിടേക്ക് തന്നെ. ഇവിടെ സീൻ കട്ടായി നേരത്തെ നമ്മൾ കണ്ടില്ലേ, ശക്തിവേൽ അതുപോലെ തന്നെ പീറ്റർ പാണ്ഡ്യനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വെട്ടിക്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഇങ്ങോട്ടേക്ക് ആരെത്തുന്നത്, ഗൗതം ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട്. എന്നാൽ എല്ലാവരും ഒന്ന് അമ്പരന്ന് പോയി, എന്താണ് ഈ സമയത്ത്, നീ എവിടുന്നാ കുഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗൗതം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, ഇതുപോലെ എന്റെ വണ്ടിയുടെ ടയർ പഞ്ചറായി പോയിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഉപകാരമായിട്ടുണ്ടാവും. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ പാണ്ഡ്യനുണ്ടല്ലോ, പീറ്റർ പാണ്ഡ്യനെ, ചുമ്മാ ഇവനൊന്ന് കളിപ്പിക്കാൻ വേണ്ടി നീ ഒരു മരുന്ന് കുടിക്കുക, ഞാൻ ഇവിടുത്തെ വൈദ്യനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ തമാശകൾ പറയുമ്പോൾ ഗൗതം പറയാണ്, ഇത് തമാശക്കളിയല്ല, ഞാനൊരു ഡോക്ടറാണ്, ഇത് മരുന്നല്ല, നല്ല ഒന്നാം തരം മദ്യമാണെന്ന് എനിക്കറിയാം, ഞാൻ ഇത് കുടിക്കുന്നില്ല, അപ്പൊ ഞാൻ എന്ത് വേണമെങ്കിൽ തരാം, ഇപ്പൊ തന്നെ കാശ് വേണമെങ്കിൽ അയച്ചു തരാം, നിങ്ങൾ ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യോ. ഇപ്പോ ഈ ശക്തിവേലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ചോദിക്കാണ് കാശോ, എന്നാ പിന്നെ ഒരു 5 കോടി അയച്ചാ. ഇത് കേട്ടപ്പോൾ ഗൗതം ആകെ പതിരിപ്പോണ്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്താ പറ്റിയത് വിശദമായിട്ട് പറ. അതുപോലെ തന്നെ എവിടെയാ കുടുങ്ങി കിടക്കുന്നത്, എവിടെയാണ് നിന്റെ വണ്ടി ഉള്ളത്. ഇതേ സമയത്ത് തന്നെ നടന്ന കാര്യങ്ങളൊക്കെ ഗൗതം പറഞ്ഞു കൊടുക്കുന്നത്. ഇതേപോലെ ഹൈവേയിലേക്ക് തൂത്തുക്കുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വലിയ ആക്സിഡന്റ് കണ്ടത്. രാവിലെ ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് എത്താനുണ്ടായിരുന്നു, ഫുള്ള് ബ്ലോക്കാണ്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷോർട്ട് കട്ട് വഴി ഞങ്ങൾ പതിയെ ഉള്ളിലേക്ക് കയറി വന്നു. അല്ല നിങ്ങളുടെ വഴി ഉണ്ടായിരുന്ന ആ ഒരു ഭാഗം വല്ല പേരോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടെന്ന് ഈ ഒരു ശക്തിവേൽ ചോദിക്കുമ്പോൾ ഗൗതമിന് അധികം ഓർമ്മ വരുന്നില്ല. എന്നാലും അവൻ ആ ഒരു കണ്ട ധാരണയിൽ അവിടെ ഒരു മൈൽ സ്റ്റോൺ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ പേര്? കട്ടിയാൽ. ആ ഒരു പേര് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ ഈ ഒരു പീറ്റർ പാണ്ഡ്യന്റെ കൈ തന്നെ വിറച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ശക്തിവേലിന്റെ മുഖത്ത്, കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കൂട്ടുകാരന്റെ മുഖത്ത്, ആ ഒരു കടയിലുണ്ടായിരുന്ന എല്ലാവരുടെ മുഖത്തും ഒരേ സമയത്ത് ആ ഒരു ഭയം നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇവരൊക്കെ ആകെ അമ്പരപ്പില്, നീ എന്താ ചക്ക പറയുന്നത്, കട്ടിയാലോ അവിടെയാണോ നിന്റെ ഭാര്യയും കുഞ്ഞും ഒറ്റയ്ക്കിരിക്കുന്നത് ആ ഒരു വണ്ടിയിൽ? എല്ലാവരും ഒരു പ്രത്യേക ഭയത്തില് ആ അമ്പരപ്പില് അവനങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധൻ എഴുന്നേറ്റ് വന്നിട്ട് അവന് തൊട്ടിട്ട് പറയാണ്, മോൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതും പറഞ്ഞിട്ട് ഇയാൾ അങ്ങോട്ട് പോവാണ്. ഇപ്പോ ഈ ഗൗതം പറയാണ്, നിങ്ങൾ വെറുതെ പ്രാങ്ക് ചെയ്യല്ലേ, നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കുകയല്ലേ, വെറുതെ പേടിപ്പിക്കാൻ. ഇതേ സമയത്ത് തന്നെ ഈ ഒരു പീറ്റർ
പീറ്റർ പറയുന്നുണ്ട് ഇല്ലടോ അവിടെ എന്തൊക്കെയോ ചില പ്രേതങ്ങളോ ഭൂതങ്ങളോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഗൗതം ഇവരെ നോക്കുകയാണ്, നിങ്ങൾ വെറുതെ എന്നെ പറ്റിക്കുകയാണ്. അതുപോലെ തന്നെ ശക്തിവേലിനെ നോക്കിയിട്ട് ഗൗതം ചോദിക്കുകയാണ്, അല്ല സാറേ നിങ്ങൾ കാണുമ്പോൾ അത്യാവശ്യം പഠിപ്പുള്ള ഒരാളായിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ഇപ്പൊ ഈ ശക്തിവേല് പറയാണ്, എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ലടോ. ഇവർ ഈ പറയുന്നത് പോലെ ഭൂതത്തിനെയൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ആരും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അങ്ങോട്ടേക്ക് പോയ ഒരാളെയും ഇവിടെയുള്ള ആരും നേരിട്ട് കണ്ടിട്ടില്ല, പോയവരൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തോ ഒരു കാര്യമില്ലേ. എന്നാൽ ഗൗതം വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ വന്ന്. ഇപ്പോ ഈ ശക്തിവേലിന്റെ കൂടെ ഒരു താടിക്കാരനായിട്ടുള്ള കൂട്ടുകാരുണ്ടാവില്ല, ഇയാൾ പറയണേ ഞാൻ ഒരു മെക്കാനിക്കാണ്, ഞാൻ കൂടെ വരാം, പക്ഷെ ഈ ഒരു രാത്രിയിൽ വേണ്ട, നമുക്ക് നാളെ രാവിലെ പോയാൽ പോരെ. എന്നാ ഈ ഗൗതം പറയണേ, നിങ്ങൾ എന്തൊരു മനുഷ്യരാണ്, എന്റെ ഭാര്യയും കുട്ടി ആ ഒരു കാട്ടിൽ ഒറ്റയ്ക്കാണ്, ആരെങ്കിലും ഒന്ന് വാ. ഇപ്പൊ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ആരെങ്കിലും ഒന്ന് വരാൻ പറ്റുമെന്ന്, ആരും ഒന്നും മൈൻഡ് ആക്കുന്നില്ല. ഇപ്പൊ ഈ ശക്തിവേലി പറയുന്നുണ്ട്, എടാ നമുക്ക് നാളെ രാവിലെ പോയാൽ പോരെ, രാവിലെ ഞങ്ങൾ എല്ലാവരും വരാം, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. പറ്റില്ല, എന്റെ ഭാര്യ മകൾ ഒറ്റയ്ക്കാണ്, അവിടെ ആരെങ്കിലും ഒരാൾ വരണം. ഇപ്പൊ ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നാ പിന്നെ ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ഈ പീറ്ററിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മദ്യം ഇപ്പൊ ഗൗതം മേടിച്ച് അവൻ വലിച്ചങ്ങോട്ട് കുടിക്കുകയാണ്. അവിടെ ഒരു അരിവാളുണ്ടായിരുന്നു, ഇത് കൊടുത്ത് നേരെ അവൻ ചെല്ലുകയാണ് ആ ഒരു സ്ഥലത്തേക്ക് തന്നെ. കാരണം 1.5 മണിക്കൂർ ഇനി അങ്ങോട്ട് നടക്കാണ്ട്. അടുത്ത സീനിൽ ആ ഒരു വാഹനത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഗൗതമിന്റെ ഭാര്യ നേഹയും മകളായിട്ടുള്ള മായയും കാണിക്കുകയാണ്. മായ ഓരോ കുസൃതി ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്ന ഈ ഒരു ടെൻഷനിൽ നേഹയ്ക്ക് ഇതിന്റെ ഉത്തരവൊക്കെ പറയാൻ പറ്റുമോ, എന്നാലും മകളോട് ചൂടാവുന്നൊന്നുമില്ല, ആ ഒരു ഇതിലങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്തിന് ഈ ഒരു വണ്ടിയുടെ ചുറ്റും ഏതോ ചില ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. അതാരാണെന്ന് ഇവർ കാണുന്നില്ല, കാരണം ഒരു മറവിലാണ്. അവർ പ്രത്യേക രീതിയിൽ അവരുടെ ആ ഒരു കാഴ്ചയും കാണിക്കുന്നുണ്ട്. ഒരു ചോപ്പ് രീതിയിലാണ് അവർ ഈ നിരീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് കാണിക്കുന്നത്. എന്തായാലും ഇവരുടെ കൂടെയുള്ള ആ ഒരു ഹെക്ടിക്ക് ആ ഒരു പട്ടി നന്നായിട്ട് കുരയ്ക്കുന്ന സമയത്ത് മായ പറയാണ്, ഹെക്ടിക്കിന് ചൂച്ചു പോകാനുണ്ട്, എന്താ ചെയ്യാമേ. നേഹ പറയാണ്, മോളെ നീ എന്തായാലും ഇവിടെ ഇരിക്കുക, ഞാൻ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. എന്ന് ഇറങ്ങിയ സമയത്ത് നേഹയ്ക്ക് എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ, മുരൾച്ചകൾ, ഇതൊക്കെ കേട്ടിട്ട് ഒരു പേടി ഉള്ളിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു ചില്ലിൽ ഒരു അടി കേൾക്കാണ്. ആകെ ഞെട്ടിപ്പോയി നേഹ നോക്കുമ്പോൾ അത് മായ തന്നെ ചില്ലിൽ അടിച്ചതായിരുന്നു. എന്റെ മോളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഹെക്ടിക്കെ നീ ഒന്നും മിണ്ടാതിരിക്കും, ഇപ്പൊ ചൂച്ചുവിന് പോകാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വാതിൽ തുറന്നിട്ട് അവനും പിടിച്ചിട്ട് കാടിന്റെ ഒരു അരികിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഡോറ് തുറന്ന് ഉടനെ തന്നെ ഹെക്ടിക്ക് ഒരൊറ്റ ഓട്ടോ ഓടുകയാണ്. അതിന്റെ പിന്നാലെ തന്നെ ഈ നേഹയും ചെല്ലുന്നുണ്ട്. എന്ന ഈ മണ്ടന്മാർക്കൊക്കെ തിരിയാത്ത എന്താ ഇങ്ങനെ ഒരു പ്രശ്നം തോന്നിയ അടച്ചു പൂട്ടി വാതിലിന്റെ ഉള്ളിൽ കാറിന്റെ ഉള്ളിൽ ഇരിക്കാന്നല്ലാതെ ഇങ്ങനെ ഇറങ്ങി വരേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കുടുംബാംഗത്തെ പോലെ നോക്കുന്ന ഒരു പട്ടിയാണ് ഈ ഹെക്ടിക്ക്. അതിങ്ങനെ പോകുമ്പോൾ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ നേഹയ്ക്ക്. അതുകൊണ്ട് തന്നെ അവള് പിന്നാലെ ചെല്ലുകയാണ്. എന്നാൽ കുറെ മുന്നോട്ടേക്ക് പോയിട്ടും ഹെക്ടിക്കിനെ കാണുന്നില്ല. മായ പറയണ ഹെക്ടിക്ക് ഇത് കളിക്കാനുള്ള നേരമല്ല, മര്യാദക്ക് ഇങ്ങോട്ടേക്ക് വന്നോ എന്ന് എത്ര വിളിച്ചിട്ടും ഹെക്ടിക്കിനെ കാണുന്നില്ല. ഇതേ സമയത്ത് തന്നെ അമ്മയെ കാണാത്തതുകൊണ്ട് കാറിൽ നിറങ്ങിയിട്ട് മായ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ മായ പുറത്തേക്ക് വന്നപ്പോൾ നേഹയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ചീത്ത പറയാണ്, നീ എന്തിനാ പുറത്തേക്ക് ഇറങ്ങുന്നത്, കാറിൽ പോയിരിക്കും, അതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ട്രാപ്പ് ഇത് വന്നിട്ട് നമ്മുടെ നേഹയുടെ കാലിൽ കുടുങ്ങാണ്. നിലത്തേക്ക് വീണ് പോയ നേഹയെ ഈ ഒരു കാലിൽ വീണ് ആ ഒരു ട്രാപ്പ് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ അവള് നിലവിളിച്ച് കരയുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ മായയെ കാണിക്കാണ്. അങ്ങോട്ടേക്ക് പിന്നാലെ ഓടിച്ചെല്ലുന്നുണ്ട്. മായയുടെ കയ്യിലുണ്ടായിരുന്ന ഹാരി പോട്ടറിന്റെ ആ ഒരു ബുക്ക് താഴെ വീണ് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു കുറ്റിക്കാട്ടിൽ വെച്ചിട്ട് മായ ഒരു രൂപത്തെ കാണുന്നുണ്ട്. അതിനെ കണ്ട് തരിച്ച് പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇതിന്റെ അടുത്ത ഭാഗം നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടോ? ഭയങ്കര ത്രില്ലായിട്ട് തോന്നില്ലേ? തീർച്ചയായിട്ടും അധികം നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. ഓൾറെഡി 2ാം ഭാഗം വന്നു കഴിഞ്ഞു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ട്. പിന്നെ വേഗം 2ാം ഭാഗത്തിലേക്ക് വിട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.